എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 50 വാക്യം. അപ്പോൾ ലാബാനും മെഥുവേലും ഈ കാര്യം യഹോവയാൽ വരുന്നു, നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയില്ല. അബ്രഹാമിന്റെ പുത്രനായ ഇസ്ഹാക്കിന് വേണ്ടി ഒരു ഭാര്യ എടുക്കുവാൻ അബ്രഹാം തന്റെ വിശ്വസ്തദാസനായ എലിയാസറിനെ ഫലമേൽപ്പിക്കുന്നു. എലിയാസർ എന്നവിടെ പേര് പറഞ്ഞിട്ടില്ല, എങ്കിലും എലിയാസർ എന്ന് നമുക്ക് അനുമാനിപ്പാൻ കഴിയും. കാരണം ഒരിക്കൽ അബ്രഹാം ദൈവത്തോട് പറയുന്നു, നീ എനിക്ക് മക്കളെ തന്നില്ലല്ലോ, എന്റെ സർവസമ്പത്തിനും അവകാശി ദമ്മശേഖരനായ എലിയാസർ അല്ലയോ? അപ്പോൾ അബ്രഹാമിന്റെ സർവസ്വത്തിനും അവകാശിയാകത്തക്കവണ്ണം ഒരു വിശ്വസ്തദാസനായിരുന്നു എലിയാസർ എന്ന് പഠിപ്പാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എലിയാസറിനെ അയക്കുമ്പോൾ എലിയാസറിനോട് അബ്രഹാം പറയുന്നു, എന്റെ മകനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകരുത്. എലിയാസർ പോയി ഒരു കിണറിന്റെ അരികെ നിൽക്കുന്നു. ദൈവമായിട്ട് എലിയാസർ സംസാരിക്കുന്നു. എലിയാസർ ദൈവത്തോട് പറയുന്നു, ഇവിടെ വെള്ളം കോരാൻ വരുന്ന കന്യക, ഞാൻ വെള്ളം ചോദിക്കും, എനിക്കും ഒട്ടകങ്ങൾക്കും കൂടി കൊടുക്കാമെന്ന് പറയുന്ന ആരോ അതായിരിക്കും എന്റെ യജമാനന്റെ മകന്റെ ഭാര്യയായി തീരേണ്ടവൾ. ഇങ്ങനൊരു തീരുമാനം ദൈവമായിട്ട് എടുത്തിട്ട് നിൽക്കുകയാണ് എലിയാസർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാബാന്റെ സഹോദരി മെഥുവേലിന്റെ മകളുമായിരിക്കുന്ന റബേക്ക വരുന്നത്. കണ്ട മാത്രയിൽ റബേക്കയോട് വെള്ളം ചോദിക്കുകയും റബേക്ക ഒട്ടകങ്ങൾ കൂടി കൊടുക്കാമെന്ന് പറയുകയും ഒക്കെ നമ്മളെ ഈ ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കെ ഈ എലിയാസറിനെ കൂട്ടി മെഥുവേലിന്റെ വീട്ടിലേക്ക് പോയി. ഒരു രാത്രിയിൽ അവിടെ പാർത്തു. അടുത്ത ദിവസം പ്രഭാതത്തിൽ എലിയാസർ പറയുന്നു, ഞങ്ങളെ അയക്കണമേ, ഞങ്ങളുടെ യാത്ര ശുഭമായല്ലോ, ഞങ്ങളെ അയക്കണമേ. ഉടനെ അവർ പറയുന്നു, ബാല ഒരു 10 ദിവസം കൂടെ താമസിക്കട്ടെ. അവർ പറയുന്നു, അല്ല, ഞങ്ങളെ താമസിപ്പിക്കരുതേ എന്ന് പറയുകയും റബേക്കയെ വിളിച്ച് സംസാരിക്കുമ്പോൾ റബേക്ക പോകാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ റബേക്കയെ ധാത്രിയെയും കൂട്ടി, അഥവാ പരിചാരികരെയും കൂട്ടി റബേക്ക അയക്കുകയാണ്. ഇവിടെ നാം പഠിക്കുന്ന ഒരു കാര്യം, ഇസ്ഹാക്കിന് ഭാര്യ എടുക്കുവാൻ പോയ അതേ വീട്ടിൽ തന്നെയാണ് യാക്കോബ് ഭാര്യയെ സ്വീകരിക്കാൻ പോകുന്നത്. യാക്കോബിന്റെ പിതാവായ ഇസ്ഹാക്കിന് ഭാര്യ എടുക്കാൻ പോയവർ ഒറ്റ ദിവസം മാത്രമേ അവിടെ തങ്ങിയുള്ളൂ. അടുത്ത പ്രഭാതത്തിൽ ഭാര്യയുമായി യാത്ര തിരിച്ചു. എന്നാൽ ഇസ്ഹാക്കിന്റെ മകനായിരിക്കുന്ന യാക്കോബ് അതേ വീട്ടിൽ ചെന്ന് ഭാര്യയെ സ്വീകരിക്കാൻ 7200 ദിവസങ്ങൾ എടുക്കേണ്ടി വന്നു. യാക്കോബ് പറയുന്നു, ഞാൻ പകലത്തെ വെയിൽ കൊണ്ടും രാത്രിയിലെ ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. ഓർക്കുക, പിതാവ് ഭാര്യ എടുത്ത അത് ആ വീട്ടിൽ ഒറ്റ ദിവസം മാത്രമേ തന്റെ പിതാവിന്റെ ഭാര്യ അല്ലെങ്കിൽ തന്റെ മാതാവിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തുള്ളൂ. എന്നാൽ അതേ വീട്ടിൽ യാക്കോബ് ഭാര്യമാർക്ക് വേണ്ടി 7200 ദിവസങ്ങൾ അധ്വാനിക്കേണ്ടി വന്നു. ഇവിടെ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, യഹോവയാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നമ്മുടെ അധ്വാനത്താൽ ഉണ്ടാകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ യഹോവയാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മളൊന്നും കൂടുതൽ അധ്വാനിക്കേണ്ട. എന്നാൽ അധ്വാനിക്കേണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല. വേലയാത്വം തിന്നരുതെന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മൾ ജോലി ചെയ്യണം. എന്നാൽ ഞാൻ പറഞ്ഞത് മറ്റൊരർത്ഥത്തിലാണ്. യഹോവയാൽ അഥവാ ദൈവത്താൽ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ
നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പന് വേണ്ടി ഒറ്റ രാത്രി മാത്രമേ അവിടെ തങ്ങിയുള്ളൂ. യാക്കോബ് 7200 ദിവസങ്ങൾ തങ്ങേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, കർത്താവേ, ദൈവത്താൽ ഞങ്ങൾക്ക് വരേണ്ട അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ അധ്വാനം കൊണ്ട് നേടുവാൻ നോക്കിയാൽ അനേക ദിവസങ്ങൾ, വർഷങ്ങൾ ഞങ്ങൾ അധ്വാനിക്കേണ്ടി വരും. എന്നാൽ യഹോവയാൽ ഞങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാകാൻ ഇടവരാതെ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവയാൽ ഞങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ തടസ്സപ്പെടാൻ ഇടവരാതെ വണ്ണം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും താളമായി അനുഗ്രഹിക്കട്ടെ.